ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയാങ്ങളൊക്കെ വിശേഷം? എല്ലാവരും സേഫാണോ? മഴ ഇങ്ങനെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലേ? എല്ലാവരും സേഫായിട്ട് ഇരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ തന്നെ നമ്മളെ ജോലികളൊക്കെ തീർത്തിട്ട് ഓരോ ദിവസവും ഒക്കെ എങ്ങനെ പ്രൊഡക്റ്റീവാക്കി മാറ്റാൻ പറ്റുന്നുള്ളത് ഞാൻ ചെയ്യുന്ന ചെറിയ ട്രിക്കും ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നല്ല ഉഷാറൻ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. അലാറം അടിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സ്നൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പൊറുതിയേടാണ് കേട്ടോ. അപ്പോൾ അലാറം ഒന്ന് അടിഞ്ഞ് സ്നൂസ് ചെയ്ത് പിന്നെയും അടിഞ്ഞേരെയാണ് പിന്നെ എണീറ്റ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഒരു 5-10 ആകുമ്പോൾ നമ്മൾ എണീറ്റ് ഇങ്ങോട്ട് പോകുന്നത് മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നേരെ അടുക്കളയിലേക്ക് വന്ന് അടുക്കളയിലെ ലൈറ്റ് അവിടെ ഇട്ട് വെച്ച ഒരു സമാധാനമാണ് കേട്ടോ. അങ്ങനെ അടുക്കളയിൽ ലൈറ്റൊക്കെ ഇട്ട് വെച്ച് ആദ്യമൊക്കെ ഞാൻ കുറച്ച് കാലം മുമ്പേയൊക്കെ വരെ ഞാൻ എന്താ വെച്ചാൽ നേരെ അടുക്കളയിൽ കയറിയ ഉറങ്ങി നീച്ച് കഴിഞ്ഞ് ഒന്ന് മുഖം കഴിക്കഴിഞ്ഞാൽ നേരെ അടുക്കളയിൽ കയറി പണികളൊക്കെ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് പരിപാടി. അപ്പോൾ ഇപ്പം കുറച്ചൊരു മാറ്റം വന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ അടുക്കളപ്പണിയല്ല, കുറച്ച് സമയം ആ ഒരു സൈലൻസിൽ കുറച്ച് സമയം നമുക്കായിട്ട് കുറച്ച് നേരം മാറ്റി വെക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ അത് എനിക്ക് കുറച്ചും കൂടി ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ആ ഒരു ദിവസം തുടങ്ങാൻ വേണ്ടി സഹായിക്കണ പോലെ തോന്നലുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ ബൈൻഡറും കാര്യങ്ങളൊക്കെ നമ്മൾ തലേന്ന് സെറ്റ് ചെയ്യല്ലോ, കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ചെയ്ത് തീർക്കാനുള്ളതെന്നൊക്കെ. അപ്പോൾ ആ ബൈൻഡറൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കുറച്ച് നേരം ഒന്ന് വിഷ്വലൈസ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ആയി ചിലപ്പം ചില മ്യൂസിക്കൊക്കെ മെഡിറ്റേഷൻ മ്യൂസിക്കൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കേട്ട് കുറച്ച് നേരം ഇരിക്കും. ഒരു 6 മണി വരെ. ഇപ്പോൾ 5 മണിക്കാണ് എണീറ്റെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു 5:30-5:45 വരെ ഇരിക്കും കേട്ടോ. ഇനിയിപ്പോൾ 5:45 എണീക്കുന്ന ദിവസമാണെങ്കിൽ മാക്സിമം 6 മണി വരെ ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ എടുക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എൻ്റെ ഒരു ടു ഡു ലിസ്റ്റിൽ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഇതുപോലെ ഈ ഒരു പേജിലേക്ക് ആക്കി വെച്ചതാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്കറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ചെയ്ത് തീർക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിലിതാ ഫസ്റ്റത്തെ ഈ 3 കോളം എന്ന് പറഞ്ഞാൽ നമ്മളെ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ മെനു ഇന്നത്തെ എന്തൊക്കെയാണെന്നുള്ളതാണ് ഫസ്റ്റ് ഞാൻ എഴുതിയത്. അതിൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സ്നാക്സ്, ഡിന്നർ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട്, കടലക്കറി. പിന്നെ ലഞ്ചിന് ഇതാ ചോറ്, പപ്പടം, മീൻ ഫ്രൈ, അതുപോലെ തന്നെ രസം, വെണ്ടയ്ക്കേൻ്റെ ഉപ്പേരി, പിന്നെ അച്ചാറും പിന്നെ പരിപ്പും തക്കാളിയും കറിയാണ്. പിന്നെ വൈകുന്നേരത്തേക്കുള്ള സ്നാക്സ് ആയിട്ട് കട്ട്ലേറ്റും കട്ടനാണ് എഴുതിയത്. അപ്പോൾ ഈ കട്ട്ലേറ്റ് എഴുതാൻ കാരണം ഇന്നൊരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിനി. അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ സ്നാക്സിൻ്റെത് ഒരു ഉച്ച സമയത്തൊക്കെ നോക്കിയിട്ട് അങ്ങനെയാണ് ചെയ്യൽ കേട്ടോ. പിന്നെ ഡിന്നറിനായിട്ട് രാത്രിത്തേക്ക് നമുക്ക് ചെറുപയറും കായും കൂടിയുള്ള പുഴുക്കാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു മെനു വരുന്നത്. കുക്കിങ്ങിൽ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിന്ന് കുക്ക് ചെയ്യാനുള്ള കാര്യം. അപ്പോൾ അതിലിതാ ഈ പ്രിപ്പ് ഗ്രോസറിന്ന് എഴുതിയ കാര്യം, സാധനങ്ങൾ വാങ്ങാനുള്ളത് ഇതൊക്കെ നമ്മൾ തലേന്ന് എഴുതി വെക്കുന്നതാണ്. അപ്പോൾ അതിൽ സാധനങ്ങൾ വാങ്ങാനുള്ളതും പിന്നെ അതുപോലെ തന്നെ പ്രിപ്പ് ചെയ്ത് വെക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് വെച്ചതൊക്കെ ഇതുപോലെ ടിക്കറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ചെയ്ത് വെച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ സെൽഫ് കെയറിലേക്ക് വരുമ്പം സ്കിൻ കെയർ, ഹെയർ കെയർ, ഹെൽത്ത് കെയർ, അങ്ങനെ 3 കോളാണുള്ളത്. അതിൽ സ്കിൻ കെയറിൽ ലെമൺ പിന്നെ റോസ് വാട്ടറും കൂടി ഉള്ള ഒരു ടോണറാണ്. അതായത് നമ്മൾ ചെറുനാരകൻ്റെ നീരും റോസ് വാട്ടറും കൂടി കൂടിയിട്ട് സ്പ്രേ ബോട്ടിലാക്കി വെച്ചതാണ്. അപ്പോൾ അതിടക്ക് ഞാനൊന്ന് ഫേസിലൊന്ന് അപ്ലൈ ചെയ്തു ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതാണ് ടോണറാണ് സ്കിൻ കെയറിൽ ഞാൻ ചെയ്യണത്. പിന്നെ നമ്മൾ കർക്കിടക ആയതുകൊണ്ട് ഇപ്പം ഈ എണ്ണ തേച്ച് കുളി ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടിയാണ് എഴുതിയത്. പിന്നെ ഹെയർ കെയറിലേക്ക് വരുമ്പം ഇന്ന് കണ്ടീഷണർ അപ്ലൈ ചെയ്തിട്ടുള്ള മുടി ഒന്ന് കഴുകുക എന്നുള്ളതാണ് ഇന്നത്തെ ഹെയർ കെയറിൽ വരുന്നത്. ഹെൽത്ത് കെയർ ആയിട്ട് വരുന്നത് ഇതാ റോബിൻ ശർമ്മേൻ്റെ ഒരു ബുക്കാണ്. ഇപ്പം ഞാൻ ഓഡിയോ ബുക്കായിട്ട് കേൾക്കണം എന്ന് വിചാരിച്ചിട്ട് പ്ലേലിസ്റ്റിലാക്കി വെച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ മേരി മിറ്റിൽഡ മാമിൻ്റെ അടിപൊളി മോട്ടിവേഷനാണ്. നിങ്ങൾ കാണലുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ്റെ വീഡിയോ ഞാൻ വാച്ച് ലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലാക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി കാണണം. അപ്പോൾ അത് രണ്ടുമാണ് ഹെൽത്ത് കെയറിൽ വരുന്നത് ഞാൻ ഇന്ന് ചെയ്യാൻ വിചാരിച്ച കാര്യം. പിന്നെ ഇതാ യൂട്യൂബിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എഴുതി വെച്ചത്. സ്ക്രിപ്റ്റ് എഴുതാനുള്ളതുണ്ടാവും, പിന്നെ അതുപോലെ ബ്രാൻഡിന് അയച്ചു കൊടുക്കാനുള്ളതുണ്ടാവും. അപ്പോൾ ഇന്ന് നമുക്ക് ഇൻഡസ് വാലി ബ്രാൻഡിന് അയച്ചു കൊടുക്കാനുള്ളൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ അത് അയച്ചു കൊടുത്തിട്ട് ഒരു അപ്രൂവ് കിട്ടിയാലാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുക. പിന്നെ സൂക്കിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ ഒരു വീഡിയോയും കൂടി ഉണ്ട്. പിന്നെ 2 വീഡിയോൻ്റെ ഒന്ന് എഴുതി വെക്കാനുണ്ട്. അതുപോലെ തന്നെ എഡിറ്റിങ്ങിനായിട്ട് ഒരു ലോങ് വീഡിയോ, 5 ഷോർട്ട് വീഡിയോ. 5 ഷോർട്ട് വീഡിയോ എന്നുള്ളത് ഞാൻ ചെറിയൊരു അഹങ്കാരത്തിൻ്റെ പുറത്ത് എഴുതിയതാണെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ട് എന്നാലും ഇതിങ്ങനെ എഴുതി കാണുമ്പോൾ മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിന് വേണ്ടി എഴുതിയതാണ് കേട്ടോ. പിന്നെ ഷൂട്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് എഴുതി വെക്കും. പിന്നെ ഇന്ന് അപ്ലോഡിങ് കാര്യമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഷൂട്ടിങ്ങും ഇതൊക്കെ നടക്കണതിനെ കൊണ്ട് ഇന്ന് അപ്ലോഡിങ് ഇല്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്ലോഡിങ് ചെയ്യാൻ വേണ്ടി നമുക്ക് സിമ്പിളാണല്ലോ, ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ മതിയല്ലോ. പിന്നെ ക്ലീനിങ്ങിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇത് നമ്മൾ ഡെയിലി ചെയ്യേണ്ട ക്ലീനിങ് അല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത്, ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഡീപ്പ് ക്ലീനിങ് പ്രയോറിറ്റി നമുക്കിപ്പം എക്സാം ടൈം ആയതുകൊണ്ട് അതിലാണ് പ്രയോറിറ്റി. അപ്പോൾ അതുകൊണ്ട് ക്ലീനിങ് ഞാൻ ഡീപ്പ് ക്ലീനിങ് അങ്ങോട്ട് മാറ്റി വെച്ച്, ഈ മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ ഈ മടിയെ മലച്ച് മുക്കണ പോലത്തെ അവസ്ഥയാണ്. അപ്പോൾ എന്നാലും വേണ്ടിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പ്രയോറിറ്റി നോക്കണമല്ലോ. അപ്പം നന്ദൂട്ടിൻ്റെ കൂടെ കുറച്ച് സമയം ഇരിക്കണം, അവൻ്റെ കൂടെ എക്സാമിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ വേണ്ടി ഇരിക്കണം. അപ്പോൾ അതിനുള്ള ഒരു ടൈം, ക്ലീനിങ്ങിനുള്ള ടൈം ഞാൻ ഇതിലേക്ക് ആക്കിയതാണ് കേട്ടോ.
പിന്നെ റിമൈൻഡറായിട്ട് പിന്നെ നന്ദുവിൻ്റെ എക്സാം ഉണ്ട് എന്നുള്ളതൊന്ന് റിമൈൻഡറായിട്ട് ഞാൻ എഴുതി വെച്ചതാണ്. പിന്നെ കുടുംബശ്രീൻ്റെ ബുക്കൊന്ന്, കേസ് ബുക്ക് എന്ന് പറയുന്നത് നമ്മളെ കുടുംബശ്രീൻ്റെ ബുക്കൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനുണ്ട്. അപ്പോൾ അതും കൂടിയാണ് എഴുതി വെച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി കഴിയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അപ്പോൾ അതൊന്ന് വിഷ്വലൈസ് ചെയ്യുക, കുറച്ച് സമയം ഇരുന്നിട്ട് എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മളതായ രീതിയിലൊന്ന് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു മീ ടൈമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. രാവിലത്തെ ഈ ഒരു സമയം കുറച്ച് സമയം, ഒരു 6 മണി വരെയാണ് മാക്സിമം ഞാൻ ഇരിക്കുള്ളൂ കേട്ടോ. അത് ഞാൻ അലാറം വെച്ചിട്ടാണ് ഇരിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് പോകും. അപ്പം നമ്മൾ രാവിലെ തന്നെ ആ ഒരു പ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെടുത്തരുതല്ലോ. പ്ലാനിങ് കാര്യങ്ങളെന്ന് പറഞ്ഞ് ഇരുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ, നമ്മളത് ചെയ്യുന്നതിലല്ല കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇതെനിക്ക് കുറേ കാലങ്ങളായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യണ, പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു തുടക്കത്തിന് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ അടുക്കളയിൽ കയറിയിട്ട് നമ്മളെ ബാക്കിയുള്ള കുക്കിംഗ് പരിപാടികളൊക്കെ തുടങ്ങാം. അപ്പോൾ അടുക്കളയിൽ ഞാൻ ഇതുപോലൊരു ബോർഡ് വെച്ച്, അപ്പോൾ ഇത് നമ്മളെ ബ്ലോഗിലൊക്കെ കാണിക്കുന്ന സമയത്ത് ചോദിക്കലുണ്ട് കേട്ടോ, ഓൺലൈനായിട്ട് വാങ്ങിയതാണോ എന്ന്. ഞാനിവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് ഓഫ്ലൈനായിട്ട് വാങ്ങിയ പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാനിങ്ങനെ ജസ്റ്റ് എഴുതി വെക്കലുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ്ങും പ്രിപ്പ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുക്കളയിലുള്ള കുക്കിംഗ് പരിപാടികൾ നമുക്ക് വേഗം ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമ്മൾ അടുക്കളയിലേക്ക് കയറി വരുന്ന സമയത്ത് അടുക്കള നല്ല വൃത്തിയായിട്ട് സിങ്കിലൊന്നും പാത്രമൊന്നും നിറച്ചും വെക്കാണ്ട് പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി ഒരു നീറ്റായിട്ടുള്ള അടുക്കളയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ഉഷാറായിരിക്കില്ലേ പണികളൊക്കെ പെട്ടെന്ന് തുടങ്ങാൻ. ഇല്ലെങ്കിൽ ഭയങ്കര ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരിക്കും. എന്തെടുക്കണം, എവിടുന്ന് തുടങ്ങണം, എന്ത് തുടങ്ങണം എന്ന് ഭയങ്കര ഒരു ആലോചനയും ഒരു മടിപ്പണി പോലെ ആയിരിക്കും നമ്മൾ ആ ഒരു ദിവസം തുടങ്ങാം. അപ്പോൾ അതിനൊന്നും നിൽക്കാണ്ട് നമ്മൾ പ്രിപ്പയർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളെ മൈൻഡിനും അതൊരു വല്ലാത്തൊരു എനർജിയാണല്ലേ, വേഗം പണികളൊക്കെ ചെയ്ത് തീർക്കാനുള്ളൊരു എനർജി കിട്ടും. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യില്ല. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പ് ചെയ്ത് വെച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊണ്ടേ വെച്ച് നമ്മളെ കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ പുട്ടും കടലക്കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ കടലക്കറിക്കുള്ള പരിപാടികളൊക്കെയാണ് ചെയ്യുന്നത്. കുറച്ച് കടല ഞാൻ മാറ്റി വെച്ച എന്തിനാന്ന് വെച്ചാൽ നാളെ കൂട്ടുകറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടല മാറ്റി വെച്ചത്, ഒപ്പരം കുതിർത്തതാണ്, കുറച്ച് അതിന് വേണ്ടി മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ കടലക്കറിക്കുള്ള കടലേക്കൊക്കെ കുതിർത്ത് വെച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ അതും കുക്കറിലേക്ക് ഇട്ട് നമ്മൾ മുറിച്ച് വെച്ച ഈ കായ്, ചേന, അങ്ങനത്തെ ഉരുളക്കിഴങ്ങ് അങ്ങനത്തെയൊക്കെ മുറിച്ച് വെക്കുമ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മുറിച്ചിട്ട് വേറൊരു പാത്രത്തിലാക്കിയിട്ട് അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെള്ളത്തിലാക്കി മുറിച്ചിടുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അതിൻ്റെ കളറൊന്നും മാറിപ്പോവില്ല. അപ്പോൾ അതും ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ ഒരു 1 പോട്ട് കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കിതാ കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, അതുപോലെ തന്നെ തക്കാളി അല്ല, ഉള്ളി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനിയിപ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മല്ലിപ്പൊടി ഞാനിപ്പോൾ കുറച്ചേ ഇടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ വറവിടുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും ചേർത്തിട്ട് വറവിടുകയാണ് ചെയ്യുക. അപ്പോൾ നല്ല വറുത്തരച്ച പോലത്തെ കടലക്കറി നമുക്ക് കിട്ടും കേട്ടോ. അപ്പം കടലക്കറി അതിൻ്റെ പാകത്തിന് അവിടുന്ന് അങ്ങോട്ട് ആവട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ വർത്താനം പറയാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചിട്ട് ഇട്ടങ്ങളായിട്ട് എന്തായാലും ഉറപ്പായിട്ട് ഇത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. നമ്മൾ ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ കാണുന്ന സമയത്ത്, ഇപ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് തന്നെ ഒരു ആവർത്തന വിരസത എന്നല്ല അതിന് പറയാം. നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയല്ലേ, അല്ലെങ്കിൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കണതല്ലേ പിന്നെയും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നുള്ള ആ ഒരു ആവർത്തന വിരസത വരലുണ്ട്. അപ്പോൾ ഒരു മടുപ്പൊക്കെ വരും അല്ലേ. അപ്പോൾ ഡെയിലി ഇങ്ങനെ വ്ളോഗ്, ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് കാണുന്ന ആൾക്കാർക്കും ഇതേ മടുപ്പും കാര്യങ്ങളൊക്കെ വരും, എന്നിപ്പോൾ ഇതന്നെയല്ലേ കാണണമെന്നുള്ളത്. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഇതന്നെയാണ് യാഥാർത്ഥ്യം. നമ്മൾ ഈ റൊട്ടീൻ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിടുന്നത് അവർ റൊട്ടീൻ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നും ചെയ്യണ കാര്യങ്ങളായിരിക്കില്ല. അപ്പോൾ നമ്മളൊരു വീട്ടമ്മ എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഇടുന്ന സമയത്ത് നമുക്ക് എന്താണ് അതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് എന്തെങ്കിലും ഇൻസ്പയർ ചെയ്യാനുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലാണെങ്കിലും ഓരോരുത്തർ ചെയ്യുന്ന ആ ഒരു ടൈം മാനേജ്മെൻ്റ് ആണെങ്കിലും വ്യത്യസ്തമായിരിക്കില്ല. അപ്പം ഞാൻ എൻ്റെ ആ ഒരു ടൈം മാനേജ്മെൻറ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് അതിപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ടൈം മാനേജ്മെൻറ്റ് ആയിരിക്കില്ല ഞാൻ പറയണത്. അപ്പം ഇത് അതേപോലെ നിങ്ങൾ ചെയ്യണം എന്നല്ല ഒരിക്കലും പറയണത്. ടൈം മാനേജ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് എല്ലാവരും ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കേട്ടോ.
ഈ രാവിലെ നേരത്തെ എണീറ്റാൽ മാത്രമേ ആ ഒരു ദിവസം പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റുമെന്നൊന്നുമില്ല. ചില ആൾക്കാർക്ക് രാവിലത്തെ ആ ഒരു സമയത്ത് 5 മണി ആ ഒരു സമയത്തൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കും, ആ ഒരു ദിവസം മൊത്തം ആ ഒരു ക്ഷീണമായിരിക്കും. ചില ആൾക്കാർക്ക് ആ ഒരു ക്ലൈമറ്റ് പറ്റില്ല, ആ ഒരു തണുപ്പും ആ ഒരു കാറ്റും കാര്യങ്ങളൊന്നും ആ ഒരു സമയത്ത് ആ ഒരു ക്ലൈമറ്റ് പറ്റാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ഓരൊക്കെ ഒരു ദിവസം പ്രൊഡക്റ്റീവ് ആക്കണം എന്ന് പറഞ്ഞിട്ട് രാവിലെ 5 മണിക്ക് എണീറ്റ് കഷ്ടപ്പെട്ട് എണീറ്റ് പിന്നെ അത് പ്രശ്നമായി, ആരോഗ്യം പോയി, പിന്നെ ആ ഒരു ദിവസം മൊത്തം നമ്മളൊരു തൂക്കൽ പിടിച്ച പോലത്തെ ഒരു അവസ്ഥയിൽ ആ ഒരു ദിവസത്തിനെ കൊണ്ടുപോകണമെങ്കിൽ അതിനൊരു അർത്ഥമേ ഇല്ലല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എന്താ ചെയ്യുക, തലേന്ന് തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 6 മണിക്കോ അല്ലെങ്കിൽ ഒരു 6:30കോ ഇനിയിപ്പോൾ 7 മണിക്ക് എണീറ്റാൽ പോലും 1 മണിക്കൂർ കൊണ്ട് നമുക്ക് അടുക്കളയിലുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള അങ്ങനെ ടൈമിനെ മാനേജ് ചെയ്യാം. അപ്പോൾ നമ്മളെ കയ്യിലാണ്, അല്ലെങ്കിൽ നമ്മളെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മളെ ഫാമിലിക്ക് എന്താണോ ആവശ്യം, നമുക്ക് എന്താണോ ആവശ്യം, അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമയം ഇല്ല എന്നുള്ള ആ ഒരു സ്ഥിതി എത്തും, അല്ലെങ്കിൽ ഇപ്പം നല്ല സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എനിക്ക് പോയാൽ മതി എന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ നേരത്തെ എണീറ്റ് ആ ഒരു സമയം അത്രയും സ്ട്രെസ് എടുത്ത് അല്ലെങ്കിൽ അങ്ങനെ കഷ്ടപ്പെട്ട്, ചില ആൾക്കാർക്ക് രാവിലെ നേരത്തെ എണീക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ള കാര്യമായിരിക്കും. അപ്പം അങ്ങനെ കഷ്ടപ്പെട്ട് എണീക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് കുറേ കാര്യങ്ങളൊക്കെ ഒരുക്കി നമുക്ക് ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്തു തീർക്കാനുള്ള പണികളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്നെ ഫോളോ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഈ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വേറൊരാൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, അപ്പോൾ എന്നാൽ പിന്നെ നാളെ മുതൽ ഞാനും അങ്ങനെ ചെയ്യട്ടെ, അങ്ങനെ ചെയ്യാനുള്ളൊരു കാര്യമില്ല. അപ്പോൾ നമ്മളെ കയ്യിലാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു സക്സസ് ഉള്ളതെന്ന് പറയാം. അപ്പോൾ ഇത് നമ്മളെ രാവിലത്തെ പരിപാടികൾ, ഈ പറഞ്ഞ കൂട്ടത്തിൽ നമ്മളെ രാവിലത്തെ പരിപാടികൾ, കുക്കിങ്ങിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ ഓരോന്നായിട്ട് വിസ്തരിച്ച് പറയേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉപകാരമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വർത്താനം പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മളെ കടല ഇങ്ങനെ വേവണ സമയം കൊണ്ട് നമുക്ക് എന്താക്കുക, പുട്ടിനുള്ള ഇതൊക്കെ ഞാൻ പൊടിയൊക്കെ ഒന്ന് നനച്ച് വെച്ച് അത് കഴിഞ്ഞേരം പിന്നെ ഇതാ ചീനച്ചട്ടി വെച്ചതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകിട്ട് പൊട്ടിക്കുക, കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷമാണ്, അല്ലെങ്കിൽ പൊടികളൊക്കെ ഇടുമ്പോൾ വേഗം കരിഞ്ഞു പോകും. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കടലക്കറി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വറുത്തരക്കിയ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ, നല്ല വറുത്തരച്ച പോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഗരം മസാലയും ചേർത്ത് കൊടുക്കുക, ഏലക്കായിൻ്റെ പൊടിയോ ഏലക്കായിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ കടലക്കറിയിൽ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഈ കൂട്ടിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ട് കടലൊക്കെ വെന്ത് വരുന്ന സമയത്ത് അത് ഇതിലേക്ക് വറവിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് ആ ഒരു കുറുക്കി എടുക്കേണ്ട എന്താണ് നമ്മളെ ഗ്രേവി നമുക്ക് എങ്ങനെയാണ് വേണ്ടത് ആ ഒരു പരുവത്തിലാക്കി എടുത്തു കഴിഞ്ഞാൽ സെറ്റാണ്. ഇനിയിപ്പം കുറച്ചും കൂടി ഒരു കട്ടിയിലാണ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കടല കുറച്ചൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുത്താലും മതി കേട്ടോ, തേങ്ങ കൂട്ടണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു പിടി തേങ്ങയും കുറച്ച് വെന്ത കടലയും കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് അരച്ചെടുത്ത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കൊഴുപ്പിൽ നല്ല കടലക്കറി കിട്ടും കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കടലക്കറി കിട്ടും. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ വെച്ച് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മളെ കറി സെറ്റായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പരിപാടി പുട്ടുണ്ടാക്കുക. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് സെറ്റായി കിട്ടുമല്ലോ. അപ്പോൾ പുട്ടിന് ഇതാ തേങ്ങ ചെറിയത് നമ്മളെ കയ്യിലുണ്ട്, അതുപോലെ തന്നെ പുട്ടുപൊടി ഉണ്ട്. ഇനി അപ്പം പുട്ട് അവിടെ നനച്ച് വെച്ച് കഴിഞ്ഞാൽ പുട്ടിൻ്റെ ഇതാന്ന് പറയുമ്പോഴത്തേ പണി അങ്ങോട്ട് കഴിയില്ലേ. അല്ലാണ്ട് ഇപ്പോൾ തേങ്ങ എടുത്ത് കൊണ്ടുവന്ന് തേങ്ങ ഉരിച്ച് കൊണ്ടുവന്ന് അത് ചിരവ കഴുകി അത് കഴുകി ഇത് കഴുകി അവിടെയാക്കി ഇവിടെയാക്കി ഇതിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. തലേന്ന് തന്നെ പിറ്റേ ദിവസത്തേക്കുള്ള തേങ്ങയൊക്കെ കുറച്ച് ചിരകി വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ് പരിപാടി. ഇതുപോലെ ഷടപടയെ നമുക്ക് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പുട്ടൊക്കെ നല്ല ചൂടോടെ അങ്ങനെ ചുട്ട് വന്ന് അപ്പോൾ മക്കൾ രണ്ടാളും എണീറ്റ് വന്നിട്ട്, അപ്പോൾ ഇന്ന് സ്കൂളില്ലാത്ത ദിവസമാണ്, ഇന്ന് മഴയായതുകൊണ്ട് സ്കൂളിന് അവധിയാണ് കേട്ടോ. അപ്പോൾ മക്കൾ എണീറ്റ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ചോറിനുള്ള വെള്ളം കൂടി അവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കഴിഞ്ഞാൽ പിന്നെ കയ്യോടെ തന്നെ ചോറിൻ്റെ വെള്ളം അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നത്തേക്കെന്ന് പറഞ്ഞ് ചോറിൻ്റെ പരിപാടികൾ മാറ്റി വെക്കൂല, ആ ഒരു സമയത്ത് തന്നെ അങ്ങോട്ട് ചെയ്ത് തീർക്കും കേട്ടോ. അപ്പോൾ അത് അവിടുന്ന് തിളയ്ക്കണ സമയം കൊണ്ട് ഞാൻ വിചാരിച്ച് വേഗം ഒന്ന് അങ്ങോട്ട് അടിച്ച് അരിയിടാമെന്ന് വിചാരിച്ചിട്ട് അതിനിങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെയുള്ള പരിപാടി അടിച്ച് വരുന്നതിന് മുമ്പ് ഈ പെറുക്കൽ പരിപാടി നമ്മൾ കുറച്ച് സമയത്തേക്ക് നമ്മൾ രാവിലത്തെ ആ ഒരു സമയം പെറുക്കികളാവൂലേ, അതും ഇതുമൊക്കെ പെറുക്കി എടുക്കാനുണ്ടാവും. സ്ഥാനം മാറി കിടക്കണതൊക്കെ സ്ഥാനത്തേക്ക് എടുത്ത് വെക്കുക. അങ്ങനെ രാവിലത്തെ ആ ഒരു ക്വിക്ക് ക്ലീനിങ്ങിന് നിന്നതാണ്. അതൊരു 10 മിനിറ്റ് മാക്സിമം 10 മിനിറ്റ് എടുക്കുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ തന്നെ കഴിയും, വലിയ അലങ്കോലമൊന്നുമല്ല. അധികം വലിച്ചു വാരിയിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം കഴിയുമല്ലോ, വേഗം ചൂലും കൊണ്ട് വേഗം കൊണ്ട് അടിച്ചു വാരി എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ പണിക്ക് നിന്നതാണ് കേട്ടോ. പിന്നെ ഈ ക്ലീനിങ്ങിന് നിൽക്കുക എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അല്ലേ, തുടങ്ങി കിട്ടാൻ ഭയങ്കര ഒരു പാടായിരിക്കും.
അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു നീറ്റ്നെസ് കാണുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സ്ഥലം കൂടി ക്ലീൻ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ച് നല്ല അടിപൊളിയായി റൂമൊക്കെ ഒന്ന് ക്ലീനായി അങ്ങനെ ഓരോരോ ഭാഗമായിട്ട് ഇങ്ങനെ വൃത്തിയാക്കി വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ ഉറങ്ങി എണീറ്റപാട് ബെഡൊക്കെ വൃത്തിയാക്കി തട്ടിക്കുടഞ്ഞ് വിരിച്ചിടണം എന്നാണ്. അപ്പോൾ നമ്മൾ എണീറ്റ് പോരുമ്പോൾ ഭർത്താവും മക്കളൊക്കെ അതിലുണ്ടാകുമ്പോൾ ഓരൊക്കെ പിടിച്ച് നിലത്തിട്ടിട്ട് നമുക്ക് ബെഡ് വൃത്തിയാക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അത് എല്ലാവരും എണീറ്റൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ആദ്യം അങ്ങോട്ട് തുടങ്ങുക. അപ്പോൾ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു വൃത്തിയാവലിങ്ങനെ കാണുമ്പോൾ നമുക്ക് അടുത്ത ഭാഗം കൂടി ക്ലീൻ ആവാനുള്ള ഒരു എനർജി കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ അത് നമ്മൾ അടിച്ച് വരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുക്കളയിലുള്ള ബാക്കി അപ്പോഴത്തേക്ക് വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ വേഗം അരിയൊക്കെ ഒന്ന് കഴുകിയിടാണ് കേട്ടോ. പിന്നെ ചില ആൾക്കാർക്കുള്ള പ്രശ്നമാണ് കേട്ടോ ഇതുപോലെ സ്പീഡ് കിട്ടണില്ല, പണി എടുക്കണേനൊന്നും സ്പീഡ് കിട്ടണില്ല എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു പോംവഴി എന്ന് പറഞ്ഞാൽ ഈ പണി ഇപ്പം ക്ലീനിങ്ങിൻ്റെ പണിയാണെന്നുണ്ടെങ്കിലും അതിനൊരു റൊട്ടീൻ വെക്കുക. ആദ്യം സിറ്റ് ഔട്ടിൽ നിന്ന് തുടങ്ങുക, പിന്നെ 2 ബെഡ്റൂം വൃത്തിയാക്കുക, പിന്നെ ലിവിങ് ഹാൾ വൃത്തിയാക്കുക. അങ്ങനെ ആ ഒരു റൊട്ടീനിൽ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്പീഡ് കിട്ടും. അതുപോലെ തന്നെയാണ് ഈ കുക്കിങ്ങിൻ്റെ കാര്യത്തിലും. കുക്കിങ്ങും ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം പ്രിപ്പയർ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ചോറിനുള്ള ചില ആൾക്കാർ രാവിലെ തന്നെ ചോറിനുള്ള വെള്ളം വെച്ച് ചോറിൻ്റെ കാര്യമായിരിക്കും നോക്കാം. അപ്പം നമുക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് ആ ഒരു രീതിയിൽ ഒരു റൊട്ടീൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പീഡ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ എനിക്കും പണ്ടും ഇതേ പ്രശ്നം തന്നെയാണ്, ആ ഒരു സ്പീഡ് കിട്ടാത്തത്. എന്താ പറയുക, ഒരു വിരൽ പിടിച്ച പോലത്തെ കളിയാണ് ഞാൻ കളിക്കുക. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വന്നത് ഇതുപോലെ ഒരു ഓർഡർ ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ്. അപ്പോൾ നമ്മളെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ അവിടെ ഇട്ട് അപ്പോൾ അത് അവിടെ നിന്ന് ആയിക്കോളൂല്ലോ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ മീനൊക്കെ ഇന്നലെ നന്നാക്കി വെച്ചതുണ്ടായിനി. അപ്പോൾ അതെടുത്ത് കൊണ്ടുവന്നൊന്ന് മസാല തേച്ച് അവിടെ വെക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വേഗം അത് റെഡിയാക്കി എടുക്കല്ലോ. ഇന്നിപ്പോൾ എന്തുണ്ടാക്കും എന്ന് ആലോചിച്ച് നിൽക്കേണ്ട പ്രശ്നമില്ലല്ലോ, നമ്മളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം. ഇനിയിപ്പോൾ കുക്കിംഗ് വേഗം അങ്ങോട്ട് ഷടപടേന്ന് പറഞ്ഞങ്ങോട്ട് ചെയ്ത് തീർത്താൽ മതി. അപ്പോൾ ഇത് നമുക്കിത് വെണ്ടയ്ക്കേൻ്റെ ഉപ്പേരിയാണ്. അപ്പോൾ അതിന് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കുക, കറിവേപ്പിലിടുക, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച സാധനം വെണ്ടയ്ക്കും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാൽ അത് അവിടെ നിന്ന് ആയിക്കോളും. പിന്നെ തേങ്ങ ചെറിയത് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അത് സെറ്റായി. അപ്പുറത്ത് ഞാനിതാ പപ്പടം കാച്ചി കൊണ്ടിരിക്കുകയാണ്. പപ്പടം കാച്ചി കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് മീനും കൂടി അങ്ങോട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ അതും അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാനിതുപോലെ ഓരോ സംഗതികൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വേഗം ആ ഒരു പാത്രത്തിൽ നിന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റി വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പരിപാടി ഇപ്പോൾ എല്ലാ ഫാമിലിയിലും നടന്നോളണമെന്നില്ല. ചിലപ്പം ചൂടോടെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ വെക്കേണ്ടി വരും. ആ ഒരു സമയത്ത് എടുത്തിട്ട് ചൂടാക്കേണ്ടി വരും. പിന്നെ എന്ത് കാര്യത്തിനും നമ്മൾ ചെറിയൊരു കോംപ്രമൈസ് വരുത്തിയാലേ നമുക്ക് നമ്മളതായിട്ടുള്ളൊരു ടൈം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ. എല്ലാവരുടെ കാര്യങ്ങളും നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കാര്യം നോക്കാൻ ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഇതാ ഉപ്പേരി റെഡിയായി. മീൻ പൊരിച്ചത് 2ാമത്തെ ട്രിപ്പ് ഞാൻ അതിലേക്ക് ഇട്ടിക്കണം. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ മീൻ പൊരിച്ചതും കഴിയും. ഇപ്പോൾ കുക്കറിൽ നമുക്ക് കറിക്കുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പരിപ്പും തക്കാളിയാണ് കറി വെക്കണത്. അപ്പോൾ അതിനുള്ള പരിപ്പൊക്കെ റെഡിയാക്കി അതും കഴുകിയിട്ട് അപ്പോൾ അതൊന്ന് വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താക്കണം, അതിലേക്കുള്ള തക്കാളി ഞാൻ ആ പരിപ്പിൻ്റെ കൂടെ തന്നെ ഇട്ട് വെക്കലില്ല. ആദ്യമൊക്കെ ഞാൻ പരിപ്പിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ വെക്കൽ. അപ്പോൾ ഏട്ടന് അത്ര അങ്ങോട്ട് ഇഷ്ടമാവണില്ല പരിപ്പിൻ്റെ കൂടെ തക്കാളി എല്ലാം കൂടി കുഴഞ്ഞ് മറിഞ്ഞ് അങ്ങനെ കിടക്കണം. അപ്പോൾ തക്കാളി വേറെ തന്നെ ഇങ്ങനെ കറി കിടക്കണതാണ് ഇവിടെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് കുക്കറിൽ ഞാൻ തക്കാളി ഇടാണ്ട് വറവിടുന്ന സമയത്താണ് ഞാൻ തക്കാളി കൂടി ഇടുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചോറൊക്കെ സെറ്റായി. അപ്പോൾ ചോറ് ഞാൻ ഊറ്റി വെച്ച് മീൻ പൊരിച്ചതിൻ്റെ പരിപാടിയും കഴിഞ്ഞ്. അപ്പോൾ ഇനിയിപ്പോൾ കറീൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ്. ലാസ്റ്റ് നമുക്ക് കടുകിട്ട് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ തക്കാളിയും കൂടി ഇട്ടിട്ട് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ കടുക് പൊട്ടി കഴിയുമ്പം കുറച്ച് ഈ പരിപ്പ് കറിയൊക്കെ വെക്കുന്ന സമയത്ത് ചെറിയുള്ളിയും കൂടി വറവിലിടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ വറ്റൽമുളക് പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില ചെറിയുള്ളിയും കൂടി വറവിലിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ തക്കാളി നല്ലോണം ഉടഞ്ഞ് വരുന്ന ആ ഒരു പാകമാകുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ പരിപ്പ് കറിയിൽ ഞാൻ തേങ്ങ അരച്ചൊഴിച്ചിട്ട് വെക്കണില്ല കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ച് വെക്കുകയാണെങ്കിൽ അതും ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ തേങ്ങ അരച്ച് വെക്കാണ്ടുള്ളൊരു പരിപ്പ് കറിയാണ്, സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിയാണ് കേട്ടോ വെച്ചത്. പിന്നെ നമുക്ക് ഇന്ന് രസവും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ആയതുകൊണ്ട് ഞാൻ തേങ്ങ അരക്കണ്ടെന്ന് വിചാരിച്ചത്. അപ്പം ആ ഒരു തക്കാളി ഞാൻ രസത്തിനും കൂടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ 2 തക്കാളി ഒരുമിച്ച് അങ്ങോട്ട് വാട്ടിയെടുത്തതാണ്. അപ്പോൾ അതിന് കുറച്ചെടുത്തിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് ബാക്കിയുള്ളതിലേക്ക് നമ്മൾ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി
പരിപാടി ചെയ്യാണ്. അപ്പോൾ രസത്തിൻ്റെ കൂട്ടുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു കൂട്ടും കൂടി ഇട്ട് കൊടുത്ത് തക്കാളിൻ്റെ ആ ഒരു വെന്തയിലേക്ക് ആ ഒരു കൂട്ടും കൂടി ഇട്ടെടുത്ത് ഒന്ന് വഴറ്റി കഴിഞ്ഞപ്പോൾ നമ്മൾ പുളിയും കൂടി പിഴിഞ്ഞെടുത്ത് പിന്നെ എരിവിന് ആവശ്യത്തിന് മറ്റേ നമ്മളെ മുളക് പൊടിയും കുരുമുളകാണ് ചേർക്കേണ്ടത്. പക്ഷേ അതില്ലാത്തതിനെ കൊണ്ട് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്ത് മുളക് പൊടിയും ഉപ്പും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് രസത്തിൻ്റെ അവിടെ തിളയ്ക്കാൻ വെച്ചിരിക്കണം. അപ്പോഴത്തേക്ക് ഇത് നമ്മളെ പരിപ്പ് കറി ഞാൻ പറഞ്ഞല്ലോ, പരിപ്പ് കറി റെഡിയായി. അതിലേക്ക് നമ്മൾ കുറച്ചൊരു നെയ്യും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. പരിപ്പ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ലാസ്റ്റ് നമ്മളെ രസത്തിലേക്ക് ഇതാ നമ്മൾ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്ത് സംഗതി സെറ്റായി. നല്ല സൂപ്പർ രസം കേട്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ രസം കിട്ടി. അപ്പോൾ അതും കൂടി ഒന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഉച്ച വരെയുള്ള കുക്കിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉള്ളത് അടുക്കളയിലെ ക്ലീനിങ് പരിപാടികളാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഷൂട്ടിങ്ങിന് നിന്നതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ റെസിപ്പീസൊക്കെ ഇങ്ങനെ വൈക്കി കാണിക്കണതായതുകൊണ്ടും പാത്രങ്ങൾ കുറേ ഉണ്ട് കഴുകാൻ. ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ടൈം കിട്ടുമല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് പാത്രങ്ങൾ വേഗം കഴുകി വെക്കാണ് കേട്ടോ ചെയ്യൽ. എനിക്ക് ഈ പാത്രം കഴുകുന്നത് ഭയങ്കര മടിയുള്ള ഒരു മടിപ്പണിയായിട്ട് കിടക്കുന്ന പണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് പാത്രങ്ങൾ വേഗം കഴുകി വെച്ചിട്ട് ആ പാത്രം തന്നെ പിന്നെയും അടുത്ത കുക്കിങ്ങിന് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കലുണ്ട്. അപ്പോൾ നമ്മൾ വേറെ പാത്രം ഇങ്ങനെ വലിച്ചിടൂലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വിധത്തിൽ നമ്മളെ ഇന്നത്തെ ആ പാത്രം കഴുകൽ പരിപാടികളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് ലാസ്റ്റിന് ഇപ്പോൾ കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചിടണം. അപ്പോൾ അതിന് മുമ്പേ ഞാൻ നമ്മളെ ചീനച്ചട്ടി ഉണ്ടല്ലോ, കാസ്റ്റ് ചെയ്യേണ്ട അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ ഒക്കെ ചട്ടികളാവുമ്പം അത് അതിലുണ്ടാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അത് കഴുകിയിട്ട് വെള്ളത്തോടെ അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് വേഗം കേടായി പോകും. അപ്പോൾ ഞാൻ അതൊന്ന് കഴുകി കഴിഞ്ഞിട്ട് ഒന്ന് ചൂടാക്കാൻ, വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കാൻ വേണ്ടി ഒന്ന് ചൂടാക്കാൻ വെച്ചതാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മിഷീൻ അലക്കാനുള്ളതിൻ്റെ സ്വിച്ച് ഇങ്ങോട്ടാണ്, ഇവിടെയാണ് വയറുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് വലിച്ച് അതും അവിടെ കുത്തിയിട്ടിരിക്കണം. ഇനിയിപ്പോൾ അലക്കിൻ്റെ പരിപാടി അപ്പോൾ അത് അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, മിഷീനിൽ അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ആയിക്കോളല്ലോ. പിന്നെ ഇപ്പോൾ ഇന്നത്തെ മഴേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിർത്താണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെറിയൊരു ശമനമുണ്ട്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് അതവിടെ ഇട്ട് കൊടുത്ത്, അപ്പോൾ അതവിടെ നിന്ന് ആയിക്കോളല്ലോ. അപ്പോൾ അതവിടെ നിന്ന് ആവണ നേരം കൊണ്ട് ഞാൻ മേലെ പോയിട്ട് ആറിയിട്ടതെല്ലാം കൊണ്ട് എടുത്തു കൊണ്ടുവന്നിട്ട് അതൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് കേട്ടോ. ഈ മടക്കി വെക്കുക എന്നുള്ള പണി ഇതുപോലെ നമ്മൾ പിന്നത്തേക്കെന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന ഒരു പണിയായിരിക്കും അല്ലേ, ഒരു മടിപ്പണിയായിട്ടുള്ള പിന്നത്തേക്കെന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ സാധ്യതയുള്ളൊരു പണിയാണ്. അപ്പോൾ അത് നമുക്ക് പണി കിട്ടുന്ന ഒരു പണിയും കൂടി ആയതുകൊണ്ട് ഞാൻ വേഗം ഇപ്പം മടക്കി വെക്കാൻ ശ്രദ്ധിക്കലുണ്ട്. അപ്പോൾ അങ്ങനെ മടക്കി വെക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ക്ലീനിങ്ങിനായിട്ട് വലിയ ജഗപൊകയും കാര്യങ്ങളൊന്നുമില്ല. ക്ലീനിങ് ഒക്കെ നമ്മൾ നേരത്തെ തന്നെ അടിച്ചു വാരി വൃത്തിയാക്കി കഴിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതാ വീടൊക്കെ നല്ല വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. ഈ മഴക്കാലത്ത് വീട് ഇങ്ങനെ വൃത്തിയല്ലാണ്ട് കിടക്കുമ്പോൾ നമുക്ക് ഒന്നാമത് എന്തൊക്കെയോ ഒരു പരാന്ത് കൊണ്ട് വരും അല്ലേ. അപ്പോൾ അതിന് നിൽക്കാണ്ട് ഇതാ രാവിലെ തന്നെ അങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു ക്വിക്ക് ക്ലീനിങ് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ്. പിന്നെ ഇതിപ്പോൾ എന്തിനാന്ന് വെച്ചാൽ ഞാൻ എയർ ഫ്രയറിൽ പഴം ഒന്ന് പുഴുങ്ങാനും ഇട്ടിക്കണ്. പിന്നെ പ്യൂരിഫയറിൽ വെള്ളം കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ അതും അങ്ങോട്ട് നിറച്ച് വെച്ച് അപ്പോൾ നമ്മൾ എന്തിനെങ്കിലും ഇപ്പോൾ ഞാനിനിയിപ്പോൾ എഡിറ്റിങ്ങിനും അതുപോലെ തന്നെ നമ്മളെ കണ്ടൻറ്റൊക്കെ എഴുതാനൊക്കെ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്തായിരിക്കും മക്കൾ വിശക്കണ്, അത് വേണം ഇത് വേണം, വിശന്നിട്ട് വയ്യാന്നൊക്കെ പറഞ്ഞ് വരാം. അപ്പോൾ അതിനൊരു ഇത് വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളമാണെങ്കിലും ആ വെള്ളം വേണം, പിന്നെ തിന്നാൻ വേണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനുള്ളത് ഓരോ വിശപ്പടക്കാനുള്ള സംഗതികളൊക്കെ ഒന്ന് സെറ്റാക്കി അവിടെ വെച്ച് കൊടുത്ത് ഇന്നെ വിളിക്കരുത്, ഞാൻ പണിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ ഇത് നമ്മൾ എഡിറ്റിങ്ങിന് ഇരുന്ന് കഴിഞ്ഞതാണ്. വോയിസ് ഓവർ എടുക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനിങ്ങനെ കഥ പറഞ്ഞ് പല തലത്തിലെത്തിപ്പോവും. അപ്പോൾ അതാണ് ഇപ്പം നിങ്ങൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇടയ്ക്കേട്ടപ്പോൾ അത് നോക്കുമ്പോഴോ ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ പറയും ഫുള്ള് പോയി കയ്യിൽ നിന്ന് പോയി കാര്യമില്ലെന്ന് ചോദിക്കും. അങ്ങനെയാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത്. ഇപ്പോൾ ഞാൻ ഇതിപ്പോൾ ഷൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ എടുക്കുമ്പോഴും ഞാനിത് കുറേ നേരം ഷൂട്ട് ചെയ്ത് പോയിട്ട് അത് കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വന്നുപോയി. ഞാൻ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നുണ്ട്. ചില സമയം ആ ഒരു ഒറ്റ ഇരുത്തത്തിൽ തന്നെ റെഡിയായി കിട്ടും കേട്ടോ. വോയിസ് ഓവർ എടുക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ചില സമയം എന്തൊക്കെയോ പറഞ്ഞ് കാട് കയറിപ്പോയിട്ട് അതൊക്കെ ഡിലീറ്റ് ആക്കി പിന്നെയും വോയിസ് ഓവറൊക്കെ കൊടുക്കേണ്ട പണികളൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ നമ്മളെ യൂട്യൂബിൻ്റെ പരിപാടിക്ക് വേണ്ടി ഇരുന്ന കുറച്ച് ടൈമാണ്. നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇതുപോലെ ടൈം കണ്ടെത്താൻ നമുക്ക് പറ്റണം. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ വൈകുന്നേരം വരെ ഇത് കുക്കിങ്ങിനും രാത്രി ആവണം വരെ കുട്ടികളെയും നോക്കി കുക്കിങ്ങും ചെയ്ത് അലക്കാനും തുടയ്ക്കാനും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടി സമയം കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മളെ ലൈഫിനോട് ഭയങ്കര ഒരു വെറുപ്പും എന്തൊക്കെയോ ഒരു വികാരം കൊണ്ട് തോന്നും അല്ലേ. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളൊന്ന് പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മളെ ടൈമെല്ലാം ഒന്ന് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിനുള്ള സമയം കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളോടാ കളി, നമ്മളിതല്ല ഇതിൻ്റെ അപ്പുറം ചാടിക്കിടക്കും വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലേ.
അപ്പം നമ്മളിപ്പോൾ ഒരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ അൽഗോരിതം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിന് നമുക്ക് കുറേ വീഡിയോസ് കാണേണ്ടി വരും. അപ്പോൾ അതിലൊക്കെ പറയുന്നൊരു കാര്യം യൂട്യൂബിൻ്റെ ഷോർട്ട് വീഡിയോ ആണ് ഇപ്പോൾ കുറേ റെക്കമെൻഡേഷനിൽ പോകണമെന്നുള്ളതാണ്. അപ്പോൾ എനിക്കിത് നിങ്ങൾക്കറിയില്ല എൻ്റെ ഒരു കാര്യം, ഞാനിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നിന്ന് അങ്ങനെ നിർത്താത്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് ഈ 1 മിനിറ്റിനുള്ളിൽ ഒരു കാര്യം പറഞ്ഞ് ഫലിപ്പിക്കുക എന്നുള്ളത് എന്നെക്കൊണ്ട് പറ്റാത്തൊരു സംഗതിയാണ് കേട്ടോ. അപ്പോൾ അതൊന്നിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ ഷോർട്ട് വീഡിയോ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഇട്ട് ഷോർട്ട് വീഡിയോയിൽ കുറച്ചും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ടെന്ന് തോന്നിയിട്ട് അങ്ങനെ അതിൻ്റെ കുറച്ച് പരിപാടികളിലൊക്കെയാണ് ഇന്ന്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഈ ഒരു ഇരുത്തത്തിൽ ഒരു 5 ഷോർട്ട് വീഡിയോ ഞാൻ സെറ്റാക്കി വെച്ചിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നന്ദൂട്ടനെ കുറച്ച് ഹിന്ദി പഠിപ്പിക്കാൻ വേണ്ടി ഇരുന്നതാണ്. ഹിന്ദി പഠിപ്പിക്കാൻ വേണ്ടി ഇരുന്നതാണെന്ന് പറയുമ്പോൾ ഈ പഠിപ്പിക്കാൻ ഇരുന്നാൾക്ക് ഹിന്ദി അറിയുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ മേലോട്ടേക്ക് വിസിലടിക്കേണ്ടി വരും. അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതിന് ശേഷം നന്ദൂട്ടൻ്റെ വലിയ വിളവൊന്നും എൻ്റെ അടുത്ത് നടക്കലില്ല. അല്ലെങ്കിൽ ഓനറിയാം എനിക്ക് ഹിന്ദി അറിയില്ല എന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു സത്യം ഓൻ അറിഞ്ഞതുകൊണ്ട് തന്നെ ഓൻ വല്ലാണ്ട് മുതലെടുത്ത് കളയലുണ്ടേന്. അപ്പോൾ ഇപ്പം ഞങ്ങൾ എന്ത് സംശയം വന്നാലും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് നമ്മളെ കയ്യിലുള്ളതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിരിക്കണം കേട്ടോ. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം, പക്ഷേ അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ചില ആൾക്കാർ കമൻസിൽ ചോദിക്കും ചെയ്തിന് കേട്ടോ, ഹിന്ദി എങ്ങനെയാണ് അഭി പഠിപ്പിക്കല് എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിന് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഇതുപോലെ കോപ്പി ചെയ്താൽ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ദിവസം ഉണ്ടാവും എന്നല്ല ഞാൻ ഇതുകൊണ്ട് അർത്ഥമാക്കണത്. നമുക്ക് ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് വെച്ചിട്ട് നമുക്കായിട്ട് ടൈം കണ്ടുപിടിക്കാൻ ഉറപ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ടൈമിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാന്നുള്ള കാര്യം ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലും ഓരോരുത്തരുടെ ടൈം മാനേജ്മെൻറ്റ് രീതികളൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് ആദ്യം കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിൽ കൂടി ഒരു ടൈം ബ്ലോക്കിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടാക്കി ഇന്ന സമയത്തിനുള്ളിൽ ഇത്ര കാര്യങ്ങളാണ് ഞാൻ ചെയ്ത് തീർക്കാം, അങ്ങനെ ഒരു ടൈം ബ്ലോക്കിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം അതനുസരിച്ചിട്ട് കുറച്ച് കാലം ഒന്ന് ഇത് റൊട്ടീനായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ അത് നമുക്കൊരു ഹാബിറ്റായിട്ട് മാറിക്കോളും. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ടൈം മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റാത്തതായിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങൾ. പുതിയ വീഡിയോയിൽ പുതിയ ഡേ ഇൻ മൈ ലൈഫും പ്രൊഡക്റ്റീവായിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.